അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഖലീഫ, അങ്ങക്കറിയാലോ ഞങ്ങളെ ജീവനെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഇന്ന് വരെ നിങ്ങളോട് മറുത്തൊരു വാക്ക് പറയാൻ ഞങ്ങൾ ധൈര്യം കാണിച്ചിട്ടില്ല. ഇല്ല, അതാ ശരി. അത്രയ്ക്ക് നിങ്ങളുമായിട്ട് ഇടപഴകി നല്ല റാഹത്തോടു കൂടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ. അങ്ങനത്തെ ഞങ്ങളോട് ഇപ്പം അങ്ങൊരു വാക്ക് പറഞ്ഞല്ലോ, എന്താ അങ്ങ് വിഷമം തോന്നരുത്. ഉള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറയാണ്, പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ കാലശേഷം ഈ യസീദിന്റെ കയ്യിൽ അങ്ങ് ഭരണം കൊടുക്കരുത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? മുആവിയ തങ്ങൾക്ക് ആദ്യം തന്നെ സൂചന കിട്ടിയിട്ടുണ്ടല്ലോ ഇവരുടെ അഭിപ്രായം. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഖലീഫ, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ബാപ്പാന്റെ അടുക്കൽ നല്ലൊരു മനുഷ്യനാണ് നിങ്ങളുടെ മകൻ യസീദ്. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഇവന്റെ ഹാലെന്താന്ന് ജനങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ആയിരക്കണക്കിന് ജനങ്ങൾ എന്റെ മകനെ ഖലീഫയാക്കണമെന്ന് പറഞ്ഞ നിമിഷം തന്നെ ബയ്യത്ത് ചെയ്തല്ലോ. ഖലീഫ ബയ്യത്ത് ചെയ്ത് ശരിയാണത്, പേടിച്ചിട്ട്. നിങ്ങളോടുള്ള സ്നേഹം ഒന്ന്, യസീദിനോടുള്ള പേടി മറ്റൊന്ന്. എതിർക്കാൻ ധൈര്യമില്ലാതിരുന്ന എന്ത് ചെയ്യൂ? അങ്ങനെ സമ്മതിച്ചതാ, അല്ലാതെ ഒരിക്കലും ഇഷ്ടപ്രകാരം ജനങ്ങൾ മറുപടി പറഞ്ഞതല്ല ഇത്. നിങ്ങളോടുള്ള ബഹുമാനം, നിങ്ങളെ മുഖത്ത് നോക്കി മറുത്തു പറയാനുള്ള ഒരു അവസ്ഥ അവർക്കില്ല, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ യസീദിനെ പറ്റി ഓർക്കുമ്പോൾ അത് അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കൾ അവരുടെ അഭിപ്രായം പറയും, അടുത്ത് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അവനെ ഖലീഫയാക്കരുത്. ഇനി ഞാൻ ഇങ്ങനെ എതിർത്ത കാരണത്താൽ അങ്ങക്ക് എന്തെങ്കിലും ശിക്ഷാ നടപടികൾ എനിക്ക് എതിരിൽ എടുക്കണമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ജയിലറയിൽ കൊണ്ടുപോകുന്നെങ്കിൽ എന്നെ ജയിലിലിട്ട് അടച്ചാൽ അതും ഞാൻ ഉൾക്കൊള്ളും. പക്ഷെ ഇത് സമ്മതിക്കാൻ അല്പം പ്രയാസമുണ്ട്, പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഖലീഫ, എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചല്ലോ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഒരു സൂഫി വര്യനാണ് ബഹുമാനപ്പെട്ടവർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ. മഹാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ അതിന് മുതിരരുത് ഖലീഫ. എന്തിനാണ്? ജനങ്ങളല്ലേ തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ആ സ്ഥാനത്തേക്ക് ഇവനെ കൊണ്ടുവരരുത്. ചുരുങ്ങിയ 2 വാക്ക്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഖലീഫ, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ ചോദിക്കട്ടെ മഹാനെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എൻ്റെ ഉപ്പാപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയല്ലോ. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കാലം കഴിഞ്ഞാൽ ഇന്നാലിന്ന ആൾ ഖലീഫയാകട്ടെ എന്ന്? ഇല്ല. ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ വിട്ടുപിരിഞ്ഞ ശേഷം ജനങ്ങൾ ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുത്ത് ഖലീഫയായിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ യോഗ്യനാണ് എന്നൊരൊറ്റ കാരണത്താൽ ബഹുമാനപ്പെട്ടവർ ലോകത്തോട് യാത്ര ചോദിക്കുന്ന സമയത്ത് എന്താ ചെയ്തത്? നാട് ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ, കുടുംബ ബന്ധമൊന്നുമല്ല നോക്കിയത്, ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ വരണം. അങ്ങനെയാണ് ഉമർ തങ്ങൾ ഖലീഫയായി നിർദ്ദേശിച്ചതും ജനങ്ങൾ അത് ഉൾക്കൊണ്ടതും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ലോകത്തോട് യാത്ര പറയാൻ അടുത്ത സമയത്ത് എന്ത് ചെയ്തു? സമർത്ഥന്മാരായ ധീരന്മാരായ 6 അംഗ കമ്മിറ്റി അങ്ങോട്ട് വിളിച്ച്, അതിൽപ്പെട്ട ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യനായ ഒരാളെ ഖലീഫയായി നിങ്ങൾ തെരഞ്ഞെടുത്തോ. അങ്ങനെയാണ് മറ്റുള്ളവരും എല്ലാവരും കൂടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ 3ാം ഖലീഫയായി തെരഞ്ഞെടുത്തത്. ഇതൊക്കെ അല്ലേ മഹാനെ സംഭവം? കഴിഞ്ഞ കഥകൾ അങ്ങനെയല്ലേ? അതുകൊണ്ട് അങ്ങ് ലോകത്തോട് യാത്ര പറഞ്ഞാൽ, അങ്ങക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ, ലോകത്തോട് യാത്ര പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ, അവർക്ക് വിട്ടുകൊടുക്കുക, അവർക്ക് യോഗ്യനെ തെരഞ്ഞെടുക്കട്ടെ, എന്നിട്ട് അയാൾ നാട് ഭരിക്കട്ടെ. അതല്ല ഖലീഫ ഉചിതം. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രത്യേകിച്ച് യസീദിന്റെ കയ്യിൽ അങ്ങ് ഭരണം കൊടുക്കരുത്. നിങ്ങളത് പറയൂന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ പറയിപ്പിച്ചത് എന്താണ്? എൻ്റെ മകനായല്ലോ. കാരണം എൻ്റെ മകൻ യസീദിന് ആയിരങ്ങള് ബയ്യത്ത് ചെയ്തിട്ട് അതും നിങ്ങൾ മറ്റൊരു വ്യാഖ്യാനം നൽകി തള്ളിക്കളയാ. ഏതായാലും ആയിരങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു, കാരണം മഹാന്മാരാണ് ഇവര്. ഏതായാലും സുഹൃത്തുക്കളെ, വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. നല്ല രൂപത്തിൽ യാത്ര പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല, സലാം പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖലീഫ തങ്ങൾ മുആവിയ തങ്ങൾ അവിടുന്ന് ഇറങ്ങി. കാണുന്നവരോടൊക്കെ പ്രചരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ അടിച്ച് അച്ചുതണ്ടിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുക. അത് സ്പീഡിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക. കാലചക്രം അല്പം കൂടി മുന്നോട്ടങ്ങോട്ട് നീങ്ങി ഒരു ദിവസം അതാ നാട് മുഴുവനും ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത കാട്ടുതീ പോലെ പരക്കാൻ തുടങ്ങി. എന്താ വാർത്ത? മുത്ത് മുആവിയ പിരിഞ്ഞിടുന്നേ, മന്നാൻ റഹ്മത്ത് ചൊരിഞ്ഞിടണേ, തന്ത്രമത് പോലെ ഭരിച്ചോരാണ്, അല്ലാഹ് റിള കൊള്ള കൊതിച്ചോരാണ്.
തന്ത്രമത് പോലെ ഭരിച്ചോരാണ് അല്ലാഹുവിനെ കൊതിച്ചോരാണ് യസീദപ്പോൾ സവീതമില്ല എത്തിയറിയുമ്പോൾ പിതാവുമില്ല ആകും ഖലീഫ ഞാൻ ഹരം കൊള്ളുന്നേ ഉപ്പായെടുത്തവൻ നിവർത്തി പിന്നെ മുത്ത് മുആവിയ പിരിഞ്ഞിടുന്നേ മന്നാൻ റഹ്മത്ത് ചൊരിഞ്ഞിടണേ തന്ത്രമത് പോലെ ഭരിച്ചോരാണ് അല്ലാഹുവിനെ കൊതിച്ചോരാണ്